നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 690 690. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 690. 188 സർഗം ബലരാമൻ്റെ തീർത്ഥയാത്രയും സൂതൻ്റെ വധവും. അതിൽ 32ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. വിധിയോർത്തല്ല വേദങ്ങൾക്കൊക്കെയും പ്രഭുവാം ഭവാൻ മഹാന്മാർ ആചരിക്കായിൽ മടിക്കും മറ്റു സർവരും. വലിയ ഒരു ഇൻ്റർനാഷണൽ ട്രൂത്ത്, അന്താരാഷ്ട്ര സത്യം പറഞ്ഞു ഭാഗവതം. എന്താ? വിധിയോർത്തല്ല വേദങ്ങൾക്കൊക്കെയും പ്രഭുവാം ഭവാൻ. ആര്? ബലരാമസ്വാമി. മഹാന്മാരാചരിക്കായിൽ മടിക്കും മറ്റു സർവരും. അതാണ് ഇന്ന് നടക്കണ പ്രശ്നം. മഹാന്മാർ ആചരിക്കേണ്ട ആചാരങ്ങൾ ആചരിക്കുന്നില്ല. അത് കണ്ട് മഹാന്മാരാവാത്തവരും അനാചാരങ്ങളിൽ കുടുങ്ങി പെട്ടുപോയി. ഭാഗവതം പഠിക്കില്ല, ഭാഗവത സപ്താഹം നടത്തും. ഭാഗവതത്തിൽ എന്ത് തത്വശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്തി ജീവിച്ചാൽ മാത്രമേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഹുണ്ടിയിൽ കാശിട്ടത് കൊണ്ടോ പൂരം നടത്തിയത് കൊണ്ടോ ആയില്ല. അത് ആൾക്കാർക്ക് മനസ്സിലാവണില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇനി 33ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. വി കനോട്ട് ഹെൽപ്പ് ഇറ്റ്. മുനിമാരുടെ വാക്യം കേട്ടോതിനാൻ അച്യുതാഗ്രജൻ, പ്രായച്ചിത്തം വിധിച്ചാലും ചെയ്തു കൊള്ളാം ശരിക്കു ഞാൻ. മുനിമാരുടെ വാക്യം, അതായത് സൂതൻ കഥ പറഞ്ഞു കൊടുക്കുന്ന ശൗനകാദി മുനീശ്വരന്മാർ പറഞ്ഞ വാക്യങ്ങൾ കേട്ട് ബലരാമസ്വാമിക്കൊരു മനംമാറ്റം ഉണ്ടായി, നല്ലതിന് വേണ്ടിയിട്ട്. എന്താ? മുനിമാരുടെ വാക്യം കേട്ടോതിനാൻ അച്യുതാഗ്രജൻ, അച്യുതൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ, പ്രായച്ചിത്തം വിധിച്ചാലും ചെയ്തു കൊള്ളാം ശരിക്കു ഞാൻ. ആ ഒരു തൻ്റേടാണ് വിനയം എന്ന് പറഞ്ഞത്. തൻ്റേടാണ് വിനയം. സത്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ത്വരിത. അപ്പോൾ പ്രായച്ചിത്തം വിധിച്ചാലും ചെയ്തു കൊള്ളാം ശരിക്കു ഞാൻ. ദീർഘായുസ്സും ഇവന്നേകാം ആരോഗ്യാദികളും ക്ഷണം. ഞാൻ കൊന്ന ആളുണ്ടല്ലോ, അവന് അല്ലെങ്കിൽ അവൻ്റെ പരമ്പരകൾക്ക് ദീർഘായുസ്സും പിന്നെ ആരോഗ്യാദികളും ക്ഷണം വേണ്ടതോതുകിൽ ആ മട്ടിൽ ചെയ്തിടാം യോഗശക്തിയാൽ. വേണ്ടതോതുകിൽ, വേണ്ടത് പറഞ്ഞാൽ ഞാനത് ചെയ്യാം എൻ്റെ യോഗശക്തി കൊണ്ട്. എന്താ യോഗശക്തി എന്ന് പറഞ്ഞാൽ? ഭക്തനും ഭഗവാനും ഭക്തിയായിട്ടുള്ള ഒരവസ്ഥയുണ്ട്, അതാണ് യോഗം. അതിനൊരു ശക്തിയുണ്ട്. എത്രത്തോളം നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഭാഗവതത്തിലുണ്ട്, എത്രത്തോളം തത്വശാസ്ത്രങ്ങൾ നമ്മൾ പ്രത്യയശാസ്ത്രമായി എടുത്ത് സ്വന്തം ജീവിതം വിജയിപ്പിച്ചിട്ടുണ്ട്. ആ ശക്തി വിശേഷത്തെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ശൗനകാദികൾ ഒട്ടൊന്നു ചിന്തിച്ചരുളി ഈ വിധം, കുശാഗ്രം ഇത് നിൻ വീര്യം മൃത്യു ഞങ്ങൾക്കിഴും മൊഴി. ഇവിടെ 4-5 കാര്യം നടന്നത്. ഒന്ന്, കുശാഗ്രമിദ്യു, ദർഭപ്പൊല്ലുകൊണ്ട് മരിച്ച സൂതൻ. നിൻ വീര്യം
ബലരാമസ്വാമിയുടെ അത്യപൂർവമായ കഴിവ്, മൃത്യു ആർക്ക്? സൂതന്. ഞങ്ങൾക്കെഴും മൊഴി, ഞങ്ങൾ അങ്ങയോട് അഭിപ്രായപ്പെട്ടത് സത്യമാവണം ഈ നാലും രാമ ചെയ്താലും ഈ വിധം. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൂടി കണക്കിലെടുത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യം അങ്ങേക്ക് ചെയ്യാം, ഞങ്ങൾ പറയണ്ട. സത്യമാവണം ഈ നാലും രാമ ചെയ്താലും ഈ വിധം ഉടൻ താൻ അരുളി ചെയ്താൻ ഭഗവാൻ അസിതാംബരൻ. അസിതാംബരൻ ഭഗവാൻ മഞ്ഞപ്പട്ട, ഇദ്ദേഹം പിന്നെ വെള്ളപ്പട്ടാണ് അല്ലേ? അസിതാന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. അസിതാംബരൻ ആത്മാവ് തന്നെയാം പുത്രൻ നിൻ ദേഹത്തിൻ്റെ നന്ദനൻ. ഈ മരിച്ച ശൂതനുണ്ടല്ലോ, അയാളുടെ മകനുണ്ടല്ലോ, നിങ്ങൾക്ക് ഉത്തമവക്താമായി വിലസും വിനയാന്യുതൻ. ഈ മരിച്ച ആളുടെ മകനെ ഞാൻ സൂതനായിട്ട് അവരോധിക്കണം. മാത്രമല്ല അയാൾ വിനയുള്ളവനാണ്, അയാൾ കേമനാവും. എല്ലാവിധ യശസ്സും ഞാൻ അയാൾക്ക് കൊടുക്കണം. മറ്റു ഞാനൊന്നു ചെയ്യണം മരുളേണം, ഞാനൊന്നു ചെയ്യണം മരുളേണം, ഇതിനു ഞാൻ ചെയ്യേണ്ടതറിയുന്നില്ല, ചിന്തിച്ചതോ ഓതണം ആയതും. അപ്പോൾ ഇനി വേറെ എന്തൊക്കെയാണ് വേണ്ടത് അത് നിങ്ങൾ പറഞ്ഞോളൂ. ഋഷീശ്വരന്മാർ അരുളി ചെയ്തു സന്തോഷമാർന്നുടൻ, ഇല്ലലൻ്റെ മകൻ ദൈത്യൻ ബല്ലലൻ ബലമേറുവോൻ. ഇപ്പോൾ ഇത് വേണ്ട മാതിരിയായി. സൂതൻ്റെ മകനെ സൂതനാക്കി അവരോധിച്ചു. അദ്ദേഹത്തിന് ശ്രേയസ്സും ആയുസ്സും ആരോഗ്യമൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു. ഇനി വേറെ വല്ലതും ചെയ്യണമെന്ന് ചോദിച്ചതിൻ്റെ മറുപടിയായിട്ട് അവർ പറഞ്ഞു, ഋഷീശ്വരന്മാർ അരുളി ചെയ്തു സന്തോഷമാർന്നുടൻ, ഇല്ലലൻ്റെ മകൻ ദൈത്യൻ ബല്ലലൻ ബലമേറുവോൻ, ഇന്നതേ ചെയ്തിടാം ഇന്നതേ ചെയ്തിടാം എന്ന് ഇല്ല, ഇവനത്ര മഹാഗലൻ. ഇവനെ വധിക്കുക, ഇവനെ പോലൊരു ഖലൻ വേറില്ല. എല്ലാവർക്കും ഉപദ്രവമാണ് അവനെ കൊണ്ട്. വാവുനാൾ തോറും മണയും വെളുത്തതിന്നു തീർച്ചയാം, വാവുനാൾ തോറും മണയും വെളുത്തതിന്നു തീർച്ചയാം എന്ന് പറഞ്ഞെന്താ? കാർത്ത വാവന് വരും, വെളുത്ത വാവന് ഉറപ്പായിട്ടും വരുന്നത്. വാവുനാൾ തോറും മണയും വെളുത്തതിന്നു തീർച്ചയാം, സത്രം ദുഷിപ്പിക്കും അവൻ. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സത്രത്തിനെ മലീനസമാക്കി ഇത് മുടക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. അതുകൊണ്ട് അയാളുടെ ബാധ ഒന്ന് ഒഴിവാക്കി തരണം. സത്രം ദുഷിപ്പിക്കും അവൻ ചൊൽക വയ്യാത്ത മാതിരി, ആ മഹാപാപിയെ കൊന്നു തരേണം യദുപുങ്കവാ. പിന്നീടൊരാണ്ടോളം അനേക പുണ്യതീർത്ഥോജ്വലം ഭാരതഭൂമിയെങ്ങും വിളങ്ങും മാറങ്ങിനെ സഞ്ചരിച്ചു വിശുദ്ധി നീ രാമ വളർത്തിടേണം. പിന്നെ ഒരു കാര്യം, 1 വർഷം നീണ്ടു നിൽക്കുന്നൊരു തീർത്ഥയാത്ര, അതിൽ ഈ ഭാരതഭൂമിയുടെ എൻ്റയർ വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത് അങ്ങ് കവർ ചെയ്യൂ. എന്നാൽ അങ്ങയുടെ തിരുവാത പത്മ സേവ കൊണ്ട് ഭൂമി ദേവിക്കും ഭൂമിയിലുള്ള ജനങ്ങൾക്കും സ്വസ്തി സമാധാനം ഉണ്ടാവും. അതങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് 42ാമത്തെ ശ്ലോകം അവിടെ അവസാനിപ്പിച്ചത്. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ അഷ്ടാശീത്യാധികശതതമസർഗ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 189 സർഗം ബല്ലലവധവും ഭാരതപുണ്യ പര്യടനവും. ശ്രദ്ധിക്കുക, 1ാമത്തെ ശ്ലോകം. നൈമിഷാടവിയിൽ തന്നെ മുനിമാരുടെ കൂടെ വേവാവിൻ ദിവസമാവോളം വാണാൻ വൃഷ്ണികുലോത്തമൻ. അപ്പോൾ അനന്തൻ്റെ തിരുവവതാരമായിരിക്കുന്ന ബലരാമസ്വാമി എല്ലാം കൊണ്ടും സീനിയറാണ്. ഇവിടെ ഭാഗവതത്തിലെ അച്യുതാഗ്രജൻ എന്ന് വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ ഈ ബല്ലലിന് ഞാൻ എന്തിനാ പോയി കാണുന്നത്? അവനെ വധിക്കാം. അവൻ വാവുതോറും വന്ന് ഇവരെ മലീനസപ്പെടുത്തുന്നല്ലേ പറഞ്ഞത്. അടുത്ത വാവ് വരെ ഞാൻ ഇവിടെ വരാം, ഇവിടെ താമസിക്കാം, സത്സംഗവും കേൾക്കാം,
വരുമ്പോൾ അവൻ്റെ കഥ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് മതി ഭാരത ദർശനം എന്ന് തീരുമാനിച്ചു അദ്ദേഹം. നൈമിഷാടവിയിൽ തന്നെ മുനിമാരുടെ കൂടവേ വാവിൻ ദിവസമാവോളം വാണാൻ വൃഷ്ണികുലോത്തമൻ. അതുവരെ അവിടെ താമസിച്ചു. കരിക്കട്ട കണക്കേറെ കറുത്തൊരു ഭയങ്കരൻ വലുതാം ശൂലവും കയ്യിലേന്തി വന്നെത്തി ബെല്ലലൻ. വാവും ദിവസം ഒരു ആജാനബാഹു കാറുത്ത് ഒരു പാറപർവ്വതം പോലെ കയ്യിൽ വലിയൊരു ശൂലമുണ്ട്. പർവ്വതാകാരമാർന്നുള്ളോൻ ആശ്രമം ചീത്തയാക്കുവാൻ, അതായത് ഈ ഋഷീശ്വരന്മാരുടെ പർണശാലകൾ വൃത്തികേടാക്കാൻ വേണ്ടി പർവ്വതാകാരമാർന്നുള്ളോൻ ആശ്രമം ചീത്തയാക്കുവാൻ തുടർന്നതായി കണ്ടു രാമൻ ഉടൻ താൻ അജിതാഗ്രജൻ ജനിക്കാത്തവനർത്ഥം, മഹാവിഷ്ണു എന്നർത്ഥമായി. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണൻ അജിതാഗ്രജൻ സ്മരിച്ചുതൻ കയ്യിൽ വന്ന കനത്ത മുസലത്തിനാൽ. അപ്പോൾ തൻ്റെ ആയുധം മുസലം, നുകല്ല കരി മണ്ണിൽ പൂത്തി വലിക്കണത്. അപ്പോൾ സ്മരിച്ചു തൻ കയ്യിൽ വന്ന കനത്ത മുസലം. അതിന് മുസലം ഒലയ്ക്കാണോന്ന് അതും എനിക്ക്, മുസലം എന്ന് പറഞ്ഞ ഇത് കരി എന്നല്ലല്ലോ പറഞ്ഞത്, മുസലം ഓലയ്ക്കാൻ തന്നെ പറഞ്ഞത്, ഇരുമ്പൊലയ്ക്ക. അടിച്ചു കൊന്നാൻ അവനെ ഞൊടിക്കുള്ളിൽ മഹാപ്രഭു. കണ്ടു കൊടുത്തു പ്രസാദം, കാലപുരിക്ക് പോയി. എളുപ്പം കണ്ടു മുനിമാരത്രയും വാഴ്ത്തി രാമനെ ആശീർവാദങ്ങൾ വർഷിച്ചുകൊണ്ട് അലിഞ്ഞ അഭിഷേകവും. അതുവരെ ഈ ബെല്ലലൻ്റെ ഈ വാവുതോറുമുള്ള പ്രത്യക്ഷ ഉപദ്രവം ഇന്നത്തോടു കൂടി കഴിഞ്ഞു. അതിൽ സന്തോഷിച്ച് മുനീശ്വരന്മാരെ എളുപ്പം കണ്ടു മുനിമാരെത്രയും വാഴ്ത്തി രാമനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. ആശീർവാദങ്ങൾ വർഷിച്ചു കൊണ്ടലിഞ്ഞ അഭിഷേകവും, ബലരാമസ്വാമിയെ ആശീർവദിച്ചു, അഭിഷേകം ചെയ്തുടൻ ദിവ്യമാം പട്ടും അനർഘ ആഭരണങ്ങളും ചന്തണ്ടലർ പൂക്കൾ കൂട്ടിത്തൊടുത്ത വനമാലയും. അദ്ദേഹത്തിന് ഉടുക്കാൻ നല്ല പട്ടുവസ്ത്രങ്ങൾ, ധാരാളം ആഭൂഷണങ്ങൾ, പിന്നെയോ ചന്തണ്ടലർ പൂക്കൾ, നല്ല താമരപ്പൂവൊക്കെ ഇട്ടിട്ട് വലിയൊരു വനമാലയും വനമാലയും നൽകിനാർ ആജ്ഞയും വാങ്ങി. അപ്പോൾ ഈ ശൗനകാദി ഋഷീശ്വരന്മാരിൽ നിന്ന് ആജ്ഞ വാങ്ങി നടകൊണ്ടാൻ മഹാശയൻ കൗശികി നദിയിൽ ചെന്നു കുളിച്ചു മുനിമാരോടും. കൗശികി നദിയിൽ ഒരു കുളി പാസാക്കി, ആ തീർത്ഥത്തിനെ പരിപാവനമാക്കി. ഓളം തുളുമ്പും സരയൂ നദിതൻ വക്കിലൂടവേ. ഓളം തല്ലും തുളുമ്പും സരയൂ നദിതൻ വക്കിലൂടവേ. പല വൃക്ഷങ്ങൾ തൻ പച്ചത്തണലിൽ കൂടി മല്ലവേ. സരയൂ നദിയുടെ തീർത്ഥക്കരയിൽ കൂടെയാണ് പിന്നെ പ്രയാണം. മയിലിൻ നൃത്തവും മാൻപേടകൾ തൻ നീണ്ട നോട്ടവും തൈമരങ്ങളിൽ നിന്നോരോ പക്ഷിതൻ നിനതങ്ങളും. കാവ്യഭംഗിയാണ്. കണ്ടും കേട്ടും ഇളങ്കാറ്റിൽ ഉല്ലാസം പൂണ്ടുമങ്ങിനെ ശ്രീരാമലക്ഷ്മണന്മാർ അവനുൾ പൂവിൽ വിളയാടവേ. കണ്ടും കേട്ടും ഇളങ്കാറ്റിൽ ഉല്ലാസം പൂണ്ടുമങ്ങിനെ ശ്രീരാമലക്ഷ്മണന്മാർ വന്നുൾ പൂവിൽ വിളയാടവേ. സരയൂ നദിയിൽ കരയെ കൂടെ നടക്കുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും കൂടി നടന്നതായ ഒരു റീവൈൻഡിങ്. രാമായണകാലത്ത് ഞാൻ അനിയനും ഇപ്പോഴത്തെ എൻ്റെ അനിയൻ ഏട്ടനുമായിട്ട് ഞങ്ങൾ ഇതിനെ നടന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ശ്രീരാമലക്ഷ്മണന്മാരവനുൾ പൂവിൽ വിളയാടവേ വാൽമീകി മുനിതൻ കാവ്യപുണ്യ ചർച്ച നടത്തിയും. ഉടനെ രാമായണം ചർച്ച ചെയ്യായി കാണുന്ന ഋഷിഗണങ്ങളോട്. വാൽമീകി മുനിതൻ കാവ്യപുണ്യ ചർച്ച നടത്തിയും. ലക്ഷ്മണൻ പാവം മാമട്ടിൽ അന്ന് ആ ജനകപുത്രിയെ വിടേണ്ടി വന്നതും മറ്റും കണ്ണീർക്കിനിയും ആവിധം
ചൊല്ലിയും വഴിയൊട്ടേറെ നീങ്ങിപ്പോയതൊരൽപ്പവും ഓർക്കാതെ താൻ വന്നു ചേർന്നു. അപ്പോൾ സന്തത സഹചാരികളായിട്ട് അല്ലെങ്കിൽ ബലരാമനെ കാൽനടയായി ബലരാമസ്വാമിയോടൊപ്പം കാൽനടയായി സരയൂ നദി കൂടെ നടക്കുന്ന ഋഷിഗണങ്ങൾക്ക് സമയം പോയത് പറഞ്ഞില്ല, ദൂരം താണ്ടിയത് പറഞ്ഞില്ല. രാമായണത്തിലെ വലിയൊരു കഥാപാത്രമായിരുന്ന ലക്ഷ്മണൻ തന്നെയാണ് ഈ ഭാഗവതത്തിലെ ബലരാമസ്വാമി. അപ്പോൾ അദ്ദേഹം അനുഭവിച്ച ആ ഇതിഹാസ പുണ്യത്തിൻ്റെ മാധുര്യം മനസ്സിൽ നുകർന്നുകൊണ്ട് നടന്ന വഴി അറിയാണ്ട് പോയി എന്നാണ്. ഓർക്കാതെ താൻ വന്നു ചേർന്ന് പുളകേറും പ്രയാഗയിൽ. അങ്ങനെ അവർ പ്രയാഗയിലെത്തി. മുങ്ങിക്കുളിച്ചു പുലഹാശ്രമം ഗോമതി ഗണ്ഡകി വിപാശ ഗയാ പേർ കൊണ്ട ഗംഗാസാഗര സംഗമം. അങ്ങനെ പുണ്യവതികളായ നദീതീരങ്ങളെ തരണം ചെയ്ത് അവസാനം പുലഹാശ്രമം ഗോമതി ഗണ്ഡകി വിപാശ ഗയാ പേർ കൊണ്ട ഗംഗാസാഗര സംഗമം. കടലിൽ സംഗമിക്കുന്ന ആ സ്ഥലത്തെത്തി. വഴിക്കെത്രയും അമ്പാർന്നു മഹേന്ദ്രാദിയിലെ വരും അണഞ്ഞു കാണാൻ കൊതിപൂണ്ടെത്രയും ഭക്തിപൂർവകം അഭിവാദ്യം ചെയ്തു നമസ്കരിച്ചു ഭൃഗുരാമനെ. അതാത് പ്രദേശത്തുള്ള ആചാരനിഷ്ഠയോടുകൂടിയിരിക്കുന്ന ബ്രാഹ്മണരാൽ സ്തുതിപാഠങ്ങളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആണ് യാത്ര. അണഞ്ഞു കാണാൻ കൊതിപ്പു ഉണ്ട് എത്രയും ഭക്തിപൂർവകം അഭിവാദ്യം ചെയ്തു നമസ്കരിച്ചു ഭൃഗുരാമനെ. ലോകമംഗളം ആശിക്കും ശ്രീ മഹാദേവ ശിഷ്യനെ സ്കന്ദാചലം മഹാപുണ്യം ശ്രീശൈലം വെങ്കിടാചലം ശ്രീരംഗം കാഞ്ചി കാവേരി ശിവകാഞ്ചി മഹാനദി ഋഷഭാദ്രി മഹാക്ഷേത്രം മീനാക്ഷി സുന്ദരേശ്വരം മധുര. അപ്പോൾ എവിടെ എത്തി? ലോകമംഗളമാശിക്കും ശ്രീ മഹാദേവ ശിഷ്യനെ സ്കന്ദാചലം. സ്കന്ദാചലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴനി ആവും. സ്കന്ദൻ ഇരിക്കുന്ന പർവ്വതം. സ്കന്ദാചലം മഹാപുണ്യം ശ്രീശൈലം വെങ്കിടാചലം തിരുപ്പതി. ശ്രീരംഗം തമിഴ്നാട്ടിലെ. കാഞ്ചി കാവേരി ശിവകാഞ്ചി മഹാനദി ഋഷഭാദ്രി മഹാക്ഷേത്രം മീനാക്ഷി സുന്ദരേശ്വരം. ആവിധം സർവപാപങ്ങൾ പോക്കും രാമേശ്വരം. പ്രഭു അണഞ്ഞ് അങ്ങ് പശുദാനം ചെയ്താൻ 10,000 എന്നർത്ഥം. നെയ്യാറ്റിൻകരയിൽ കൂടി മലയാജലസാനുവിൽ നെയ്യാറ്റിൻകര ഗണപതിയിലുള്ള സ്ഥലമാകുമോ നെയ്യാറ്റിൻകര? ഇല്ലേ? അറിയില്ല. ഞാൻ സത്യം പറയട്ടെ, അവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അത് എൻ്റെ സെൻസിലെത്തിയത്, നെയ്യാറ്റിൻകര. എന്തായാലും ഓംന്ന് എഴുതി വയ്ക്കാം ഞാൻ. നെയ്യാറ്റിൽക്കര നെയ്യാറ് അറിയില്ല, നെയ്യാറ്റിനല്ല, നെയ്യാറ്റിൽ നിന്ന് ആയിക്കോട്ടെ. നെയ്യാറ്റിൽ കരയിൽ കൂടി മലയാജലസാനുവിൽ ചെന്ന് അഗസ്ത്യനെയും വന്നിച്ച് ആശീർവാദത്തോടും വിഭു തെക്കേ സമുദ്രത്തു മേവും കന്യാകുമാരിയെ. സഹ്യാദ്രി അഗസ്ത്യ കൂടെ കണ്ടല്ലോ. അവിടെയൊക്കെ കഴിഞ്ഞിട്ട് തെക്കേ സമുദ്ര വക്കത്ത് മേവും കന്യാകുമാരിയെ നമസ്കരിച്ച് പിറ്റേന്നാൾ മതിമാൻ മുനി സംയുതൻ ഉദയാസ്തമയം രണ്ടും ദർശിച്ച് ഉല്ലാസവായ്പൊടും നടന്ന് അനന്തപുരമാർന്നരുളും വിഷ്ണുവേ സ്വയം. അനന്തശയനം അതായത് പത്മനാഭസ്വാമി അവിടെ മോന്ന് എഴുതിക്കാം. നടന്ന് അനന്തപുരമാർന്നരുളും വിഷ്ണുവേ സ്വയം കണ്ടുവന്നിച്ച് അവിടെയും പൈക്കളെ 10,000 ചെയ്താണ്ടാനും ഭക്തിപൂർവം ഉദാരചരിതൻ പ്രഭു. ഉദാരചരിതൻ മറ്റുള്ളവരുടെ ഭക്തിവർദ്ധനത്തിന് വേണ്ടി ഭക്തി ദൃഢപ്പെടുത്തുക.
അത് അത് അങ്ങനെയുള്ളവരുടെ ജീവിത മാർഗം സുസ്ഥിരമാക്കാൻ പശുക്കൾ അനിവാര്യമാണ്. അപ്പോൾ ആ പശുക്കളെ ഇനി ദാനം ചെയ്ത് ദാനപൂർവം ഉദാരചരിതൻ പ്രഭു പുഴകഴും കേരളം കർണാടകം ഈ ദിക്കും അങ്ങനെ തൃക്കാൽ പൊടികൾ തട്ടിച്ചു പരിപാവനമാം വിധം കേരളവും കർണാടകവും ഒക്കെ താണ്ടി. അപ്പം എന്താ പറഞ്ഞത്? ഈ ഭൂമിയിലത്തെ പാപം മാറ്റുക, നിവസിക്കുന്ന സജ്ജനങ്ങളെ അനുഗ്രഹിക്കുക. നടന്നു ചെന്നു അപ്പോൾ പറഞ്ഞു പുകഴും കേരളം കർണാടകം ഈ ദിക്കുമങ്ങനെ തൃക്കാൽ പൊടികൾ തട്ടിച്ച് പരിപാവനമാം വിധം നടന്നു ചെന്ന് ഗോകർണത്തിങ്കൽ മേവും മഹേശനെ നമസ്കരിച്ച് ആ വഴിയിൽ പ്രഭാസത്തിങ്കലെത്തവേ കുരുപാണ്ഡവ യുദ്ധത്തിൽ മിക്ക ദുഷ്ടരും മറ്റതായി കേട്ടോർത്താൻ ഊഴിതൻ ഭാരം ഒരുമാതിരി തീർന്നതായി. അവതാരകാര്യമായിരിക്കുന്ന ഭൂമി ഭാരം മാറ്റൽ ഏകദേശം ഒക്കെ ആയിരുന്നു. ഒരു 3/4 ഭാഗം കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒരു 10-15% ഉണ്ടാവുള്ളൂ. കേട്ടോർത്താൻ ഊഴിതൻ ഭാരം ഒരുമാതിരി തീർന്നതായി പോർക്കളത്തിലുടൻ ചെന്നു രാമനെ കണ്ടു സർവരും ഇങ്ങെന്തിനാണാവോ വെറുതെ വന്നത് ഈ വിധം. ഭീമദുര്യോധനന്മാരെ നീക്കി നിർത്തി ഉടൻ ബലൻ ചൊല്ലിനാൻ നിർത്തൂവിൻ യുദ്ധം രണ്ടാൾക്കും ജയമില്ലതിൽ. എന്നാൽ ഇത് കേട്ടുവോ? ഇല്ല. കാരണം എന്താ? ദുര്യോധനനെ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം എന്ന് ആര് തീരുമാനിച്ചു കഴിഞ്ഞു? കൃഷ്ണൻ. അപ്പോൾ ദുര്യോധനൻ്റെ അന്ത്യം ആവശ്യമാണ്. അതിപ്പോൾ ഏട്ടൻ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏട്ടൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് നടത്തി കൊടുക്കാനും പറ്റില്ല. ഏട്ടനേക്കാൾ ഉത്തരവാദിത്തം ആർക്കുണ്ട്? അനിയനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്. അതാണ് അതിൻ്റെ ശരി. പറഞ്ഞോട്ടേലേ. ഭീമദുര്യോധനന്മാരെ നീക്കി നിർത്തിയുടൻ ബലൻ ചൊല്ലിനാൻ നിർത്തുവിൻ യുദ്ധം രണ്ടാൾക്കും ജയമില്ലതിൽ. കൂട്ടാക്കിയില്ല. അതാണ് കൂട്ടാക്കിയില്ല ദൈവേശ്ചയാണെന്നോർത്ത് അസിതാംബരൻ. ബലരാമസ്വാമിക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബലരാമസ്വാമി മുസലെടുത്ത് അടിക്കൊന്നും ചെയ്തില്ല. ദൈവേശ്ചയാണെന്നോർത്ത് അസിതാംബരൻ ദ്വാരകാപുരിയിൽ ചെന്ന് സർവർക്കും പ്രീതിയേകുവാൻ. എന്നാൽ ശരി, നമുക്ക് ദ്വാരകയിലേക്ക് പോയിക്കളയാം, ഇവരെന്താ വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ദ്വാരകാപുരിയിലെത്തി തൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ സന്തോഷത്തെ പ്രദാനം ചെയ്തു. പിന്നെയും നൈമിഷാരണ്യം തന്നെ പോകി മഹാശയൻ. നൈമിഷാരണ്യത്തിലേക്ക് പിന്നെയും പോയി. ആരിലും വൈരമില്ലാതെ വിളങ്ങും ബലരാമനെ തീർത്ഥയാത്രാവസാനത്തിൽ യജിപ്പൂ മഹർഷികൾ. തീർത്ഥയാത്രയുടെ അവസാനമായി. എന്നാൽ ബലരാമനെ സ്തുതിക്കുക, ബലരാമനെ അപ്രീഷിയേറ്റ് ചെയ്യുക. വിശുദ്ധ വിജ്ഞാനം അലിഞ്ഞരുൾ ചെയ്താൻ മഹാപ്രഭു. വിശുദ്ധ വിജ്ഞാനം അലിഞ്ഞ് അരുൾ ചെയ്താൻ. ഭൂമിവാസികളുടെ ഔന്നത്യത്തിന് ഉതകുന്ന ഒരു ഉപദേശം. ആത്മാനുഭവമേവർക്കും വേണ്ടും മറ്റുളവാം വിധം. ആത്മാനുഭവം, ഈശ്വരപ്രീതി എന്നർത്ഥം. ആ ഈശ്വരപ്രീതി ഇന്ന ദിക്കി പോയാൽ കിട്ടുന്നതല്ല. ആത്മാനുഭവം, സ്വന്തം പരമാത്മ ചൈതന്യമാകുന്ന ആത്മാവിൽ ശ്രദ്ധിച്ചാൽ മതി, അതിനെ അറിഞ്ഞാൽ മതി, തരേണ്ട. ആത്മാനുഭവമേ വർക്കും വേണ്ടും മറ്റുളവാം വിധം. വാഗ്മാധുരിയിൽ മന്നാകെ മുന്നിച്ചു മഹിതാശയൻ പത്നിയോടൊത്ത് അവഭൃതസ്നാതൻ ബന്ധുജനാന്യുതൻ. അപ്പോൾ പത്നിയോടൊത്ത് അവഭൃതസ്നാതൻ ബന്ധുജനാന്യുതൻ. ഒട്ടേറെ വിലസീരാമൻ നിലാവിൽ ഇന്ദുപോലവേ. നിലാവിൽ ഇന്ദുപോലവേ എന്ന് പറഞ്ഞാ പൂർണ്ണ ചന്ദ്രനെ പോലെ. അനന്തമാഹാത്മ്യമെഴും രാമൻ്റെ ചരിതങ്ങളും. ശ്രദ്ധിക്കുക, അനന്തമാഹാത്മ്യമെഴും രാമൻ്റെ ചരിതങ്ങളും എത്രയോ ചൊല്ലുവാനുണ്ടായിരുന്നു ഗുരുനന്ദന. സമയമില്ല, കുറേയൊക്കെ പറഞ്ഞില്ലേ, ഇനി തനിക്ക് സമയമാവാറായി മോക്ഷപ്രാപ്തിക്ക്.
ബലരാമചരിത്രം ഈ വിധം മികവാർന്ന എത്രയും അത്ഭുതാവഹം നുകരുന്നവരിൽ തെളിഞ്ഞുടൻ വിലസും ശ്രീഹരിഭക്തി നിശ്ചയം. അപ്പോൾ ലോകരെ ആകമാനം ഒന്ന് ബ്ലസ്സിയാണ്. ആരെ? ബലരാമൻ. എന്ത് പറഞ്ഞിട്ട്? ബലരാമചരിതം, വ്യാസരാണ് പറഞ്ഞത്. ബലരാമചരിത്രം ഈ വിധം മികവാർന്നെത്രയും അത്ഭുതാവഹം നുകരുന്നവരിൽ തെളിഞ്ഞുടൻ വിലസും ശ്രീഹരിഭക്തി നിശ്ചയം. അപ്പോൾ ഭാഗവതം ശ്രദ്ധയോടുകൂടി വായിച്ചാൽ ഭക്തി വളരും, മോക്ഷം കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകോനനവത്യധികശതമസർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാളെ അടുത്ത സർഗം 190, ഒരു 6-7 സർഗം കുചേലചരിതമാണ്. അത് നാളെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഭാഗവതത്തിൽ ദശമസ്കന്ധം മെല്ലെ മെല്ലെ കഴിയാൻ പോകണം അല്ലേ? അതാണല്ലോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നലെ ഒരു തീർത്ഥാടനത്തിലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഗ്രാമം പാടൂർ ഗ്രാമത്തിൽ. നാളെയാണ് അവിടെ കാർത്തിക വിളക്ക്. അപ്പോൾ ഇന്നലെ ഒരു മഹാശ്രേഷ്ഠൻ്റെ ഹരികഥാകാലക്ഷേപം, രാധാ കല്യാണം എന്നൊക്കെ പറയും തമിഴിൽ, പോയി എൻജോയ് ചെയ്തു. ഞാൻ ആ വഴിക്ക് ഒരുപാട് കാലമായി, അതായത് ഈ മായന്നൂർ പാലം വന്ന കാലം മുതൽക്ക് പാടൂർക്ക് ഞാൻ ആ പാലത്തു കൂടെ പോണത്. പക്ഷേ ആ പോണ വഴിയിൽ കൊണ്ടാഴി പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, കൊണ്ടാഴി. അവിടെ ഒരു ശിവക്ഷേത്രത്തിന് ബോർഡും കണ്ടിട്ടുണ്ട്. ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായി. ഇന്നലെ ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ കൈലാസത്ത് പോയ കൂട്ടത്തിലാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പുരാതന ക്ഷേത്രം. ഇപ്പോൾ ഭക്തന്മാരെല്ലാവരും അത് പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കണം. ഒരു കംപ്ലീറ്റ് കോംപ്ലക്സാണ്. നാഗങ്ങൾ, ഗണപതി, ശാസ്താവ്, നവഗ്രഹങ്ങൾ, ഗുരുവായൂരപ്പൻ, ഹനുമാൻ, ഇതൊന്നും പോരാണ്ട് താഴെ ഒരു വലിയൊരു നാലമ്പലം, സാക്ഷാൽ ശ്രീ പാർവതി, പുറത്ത് ഭദ്രകാളി, പിന്നിലെ വിശാലമായിട്ടുള്ളൊരു കുളം. കൊച്ചിൻ ദേവസ്വം ബോർഡാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ എല്ലാ സ്ഥലത്തും കയറി തൊഴണം, 5 മിനിറ്റ് ഇരിക്കണം വരുന്നവരോടൊക്കെ. എന്നാലും ഞാൻ ഒരു കാരണവരോട് കുറച്ചിങ്ങനെ സംസാരിച്ചു. അവിടുത്തെ എന്താണ് പറയുക, അവിടുത്തെ സ്ഥിതികളെ പറ്റിയിട്ടും കാലത്തിനെ പറ്റിയിട്ടും, ആരായിരുന്നു ഊരാളൻ എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ രസകരമായിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. പണ്ട് പേര് കേട്ട ഒരു മേനോൻ ആയിരുന്നു അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നു. അദ്ദേഹത്തിന് ആനയൊക്കെ ഉണ്ടായിരുന്നു, ആന എഴുന്നള്ളിച്ചിരുന്നു. അപ്പോൾ വേറൊരു മൂത്താൻ്റെ അടുത്ത് 2-3 ആന ഉണ്ടായിരുന്നു. അതിലൊരു ആനേനെ എഴുന്നള്ളിക്കാൻ, 2 ആനേനെ കൂട്ടി എഴുന്നള്ളിക്കാൻ തരുമെന്ന് ചോദിച്ചു. അയാൾ കൊടുത്തില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഈഗോ ക്ലാഷസ് ആണ് ഹിന്ദു ജനതയുടെ ഒരു വീക്ക്നെസ് പറഞ്ഞല്ലേ. അപ്പോൾ എങ്ങനെയായാലും അവിടുത്തെ ഒരു എഴുത്തുകാരൻ ക്ലർക്ക് കുട്ടി വളരെ നന്നായി സംസാരിച്ചു. ഞാൻ എൻ്റെ യൂട്യൂബിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം വേഗം എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട്, ഒരു ദിവസം കുറച്ച് നേരത്തെ വന്ന് എല്ലാ സ്ഥലത്തും തൊഴുത് നട അടയ്ക്കണ ദിവസം വരെ അവിടെ ഇരിക്കുക, വരുന്നവരോടൊക്കെ സംസാരിക്കുക. അത് അധികം അടുത്ത മഴ വരുന്നതിൻ്റെ മുമ്പേ നടത്തും. ശിവരാത്രി വലിയ ഗംഭീരമായിട്ട് ഉത്സവമൊക്കെ ഉണ്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട്. എന്താ പറഞ്ഞത്? എത്രയോ മഹനീയമായ ക്ഷേത്രാങ്കണങ്ങളുടെ മുന്നിൽ കൂടെ പോകുമ്പോഴും നമ്മൾക്ക് അവിടെ കയറാനുള്ള സമയം പ്രീ ഡിസ്റ്റൈൻഡാണ്. ആ സമയത്ത് നമുക്ക് കയറാൻ പറ്റുള്ളൂ.
പ്രൊണോഷയിൽ. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വലിയൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജഗദീശ്വരൻ്റെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നാളെ കാണാം. നമസ്കാരം.